ഹലോ ഓൾ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PSCയിൽ സ്ഥിരം ചോദിക്കാറുള്ള നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ഭാഗത്ത് വരുന്ന കളക്റ്റീവ് നൗൺസ് എന്ന ഭാഗത്ത് നിന്നും PSC ഇതുവരെ ചോദിച്ചതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 50-ലധികം വരുന്ന കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. ആദ്യം തന്നെ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള 3 ജീവികളുടെ കളക്റ്റീവ് നൗണാണ്. ഒന്ന് ബാറ്റ്സ്, ആൻസ്, അതുപോലെ തന്നെ ഫ്രോഗ്. അപ്പോൾ ഇവയെ മൂന്നിനെയും പൊതുവായി പറയുന്ന ഒന്നാണ് കോളനി ഓഫ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് കോളനി ഓഫ് ബാറ്റ്സ്, കോളനി ഓഫ് ആൻസ്, അതുപോലെ തന്നെ കോളനി ഓഫ് ഫ്രോഗ്സ്. അതുകൂടാതെ ബാറ്റ്സിനെ വേറെ ഒന്നും കൂടി പറയാറുണ്ട്, അതായത് ക്ലൗഡ് ഓഫ് ബാറ്റ്സ് എന്നും കൂടി നമ്മൾ വവ്വാലുകളെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആൻസിനെ പറയുന്ന വേറൊന്നാണ് ആർമി ഓഫ് ആൻസ്, അതുപോലെ തന്നെ ആർമി ഓഫ് ഫ്രോഗ്സ്, അതുപോലെ തന്നെ ആർമി ഓഫ് സോൾജേഴ്സ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ആർമി ഓഫ് സോൾജേഴ്സ് എന്നൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്. പിന്നെ ഒന്നാണ് ഫ്ലൈറ്റ് ഓഫ് എന്ന് പറയുന്നത്, അതായത് ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേഡ്സിനൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ഓഫ് എന്ന് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് ഡോവ്സ് ഓർ പീജിയൻസ്, അതായത് പ്രാവാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർസ് എന്നുള്ളതിനെ 3 കളക്റ്റീവ് നൗൺസ് വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അതായത് ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയും, അതുപോലെ തന്നെ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറയും, അതുപോലെ തന്നെ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്നും പറയും. ക്ലസ്റ്റർ എന്നത് സ്റ്റാർസിന് മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾക്കും കൂടി കളക്റ്റീവ് നൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഇതിൽ തന്നെ നോക്കാം. അടുത്തതാണ് ബ്ലഷ് ഓഫ് ബോയ്സ്, അതുപോലെ തന്നെ ഗിഗിൾ ഓഫ് ഗേൾസ്. അതായത് ബോയ്സിനെ പറയുന്നത് ബ്ലഷ് ഓഫ് ബോയ്സ് എന്നാണ്. ഒരു കൂട്ടം ബോയ്സിനെ പറയുന്നത് ബ്ലഷ് ഓഫ് ബോയ്സും ഗേൾസ് ആണ് ഗിഗിൾ ഓഫ് ഗേൾസുമാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഗിഗിൾ ആൻഡ് ഗാഗിൾ എന്ന് പറയുന്നത്. അത് ഗിഗിൾ എന്ന് പറയുന്നത് ഗേൾസും അതുപോലെ ഗാഗിൾ എന്ന് പറയുന്നത് ഗീസ്, അതായത് ഒരു പക്ഷിയാണത്. അങ്ങനെയാണ് പറയുന്നത്. ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് വ്യക്തമായിട്ട് നോക്കുക. അതുപോലെ തന്നെ പോസ് ഓഫ് പോലീസിനെ പറയുന്നത് പോസ് ഓഫ് എന്നാണ്. അതുപോലെ തന്നെ എ പാർലമെൻറ്റ് ഓഫ് ഹോൾസ്, അതായത് പാർലമെൻറ്റ് എന്ന കളക്റ്റീവ് നൗൺ വെച്ചാണ് നമ്മൾ മൂങ്ങകളെ പറയാറ്. അതുപോലെ തന്നെ സ്ലോത്ത് ഓഫ് ബിയേഴ്സ്, പ്രൈഡ് ഓഫ് ലയൺസ്, മസ്റ്റർ ഓഫ് പീകോക്സ്. അടുത്തത് ഡെൻ ഓഫ് സ്നേക്സ്, അതുപോലെ തന്നെ ബ്രേസ് ഓഫ് പീജിയൻസ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഫ്ലൈറ്റ് ഓഫ് എന്നും പീജിയൻസിൽ പറയാറുണ്ട്. അതുകൂടെ തന്നെ ബ്രേസ് ഓഫ് പീജിയൻസ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ബെറി ഓഫ് റാബിറ്റ്സ്, അതുപോലെ തന്നെ ലോഫ് ഓഫ് ബ്രെഡ്. അതായത് നമ്മളത് മുമ്പ് കണ്ടിട്ടുള്ള കാര്യമായിരിക്കും ഈ ലോഫ് ഓഫ് ബ്രെഡ് എന്നൊക്കെ പറയുന്നത്. ഒരു ലോഫ് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്തതാണ് ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് കീസ്, അതുപോലെ തന്നെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് ഉപയോഗിക്കുന്നത് ഈ 4 വാക്കുകളിലൂടെയാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കാറ്. അതായത് ബഞ്ച് ഓഫ് ബനാനാസ്, ഗ്രേപ്സ്, കീസ്, ഫ്ലവേഴ്സ്. ഈ 4 വാക്കുകൾ മറ്റ് കളക്റ്റീവ് നൗൺസ് ഉപയോഗിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ ബഞ്ച് ഓഫ് എന്നല്ലാതെ നമ്മൾ ഹാൻഡ് ഓഫ് ബനാനാസ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്, ക്ലസ്റ്റർ ഓഫ് നട്ട്സ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ കീസിന് നമ്മൾ ബഞ്ച് ഓഫ് അല്ലാതെ ഉപയോഗിക്കുന്നതാണ് റിംഗ് ഓഫ് കീസ്. അത് നമുക്ക് കിട്ടുന്ന കാര്യമായിരിക്കും, റിംഗ് ഓഫ് കീസ് എന്നൊക്കെ. അതുപോലെ തന്നെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് കൂടാതെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. അടുത്തതായി വരുന്നതാണ് നമ്മുടെ ഒരു കുറച്ച് ആനിമൽസിനെ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, ഫ്ലോക്ക് ഓഫ് ബേഡ്സ് നമ്മൾ നേരത്തെ ഫ്ലൈറ്റ് ഓഫ് എന്നും പഠിച്ചിരുന്നു, അതിനോട് ഇതും കൂടി പഠിക്കുക. അതുപോലെ തന്നെ ഫ്ലോക്ക് ഓഫ് ഡക്സ്, ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. ഈ 5 വേർഡാണ് ഫ്ലോക്ക് ഓഫ് എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. അടുത്തതായി ഹേർഡ് ഓഫ്, ഇത് കുറച്ച് ആനിമൽസ് ആണ്. അതായത് ഹേർഡ് ഓഫ് കാറ്റിൽസ്, കൗസ്, ഡിയർ, ഗോട്ട്, ജിറാഫ്സ്, ബഫലോസ് ആൻഡ് എലിഫൻറ്റ്സ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഈ ഇത്രയും മൃഗങ്ങളെ പറയുന്നതാണ് ഹേർഡ് ഓഫ് എന്ന് പറയുന്നത്. ഹേർഡ് ഓഫ് കാറ്റിൽസ്, കൗസ്, ഡിയർ, ഗോട്ട്, ജിറാഫ്സ്, ബഫലോസ് ആൻഡ് എലിഫൻറ്റ്സ്. അടുത്തതായി ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, അത് നമുക്ക് കിട്ടുന്ന കാര്യമായിരിക്കും. ബാൻഡ് ഓഫ് എന്ന് വെച്ചിട്ടാണ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാൻഡ് ഓഫ് ഫുജിറ്റീവ്സ്,
അതായത് അഭയാർത്ഥികൾ എന്നാണ് ഇവിടെ ഫുജിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ബാൻഡ് ഓഫ് മെൻ, ബാൻഡ് ഓഫ് ഗൊറിലാസ് ആൻഡ് ഫൈനലി ബാൻഡ് ഓഫ് റോബേഴ്സ്. അടുത്തതായിട്ട് ബെയിൽ ഓഫ് എന്ന് വെച്ച് ഉപയോഗിക്കുന്നത് ബെയിൽ ഓഫ് ടർട്ടിൽസ് ആൻഡ് ബെയിൽ ഓഫ് കോട്ടൺസ് എന്നാണ്. അതായത് പഞ്ഞി അതുപോലെ തന്നെ ആമ, ഈ രണ്ട് കാര്യങ്ങളുടെ കളക്റ്റീവ് നൗണാണ് ബെയിൽ ഓഫ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബെഞ്ച് ഓഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കത് കിട്ടുന്ന ഒന്നാണ്, നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, ബെഞ്ച് ഓഫ് ജഡ്ജസ്, ഇവർ രണ്ടുപേരെയാണ് ബെഞ്ച് ഓഫ് എന്ന് വെച്ച് കളക്റ്റീവ് നൗണായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി ലിറ്റിലല്ല, ക്ഷമിക്കണം, അത് ലിറ്റർ എന്നാണ്. അതവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ്. ലിറ്റർ ഓഫ് കപ്സ്, ലിറ്റർ ഓഫ് പപ്പീസ്. അതായത് കപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പുലിയുടെയും സിംഹത്തിൻ്റെയും കടുവയുടെ ഒക്കെ കുട്ടിയാണ് കപ്സ് എന്ന് പറയുന്നത്, കബ് എന്ന് പറയുന്നത്. പപ്പീസ് എന്ന് പറഞ്ഞാൽ നായയുടെ ഒക്കെ കുട്ടിയുടെയാണ്, അത് നമ്മൾ പപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടും ഡിനോട്ട് ചെയ്യാവുന്ന ഒന്നാണ് ലിറ്റർ ഓഫ് എന്ന് പറയുന്നത്. അടുത്തതായി ബ്രൂഡ് ഓഫ് ഹെൻസ്, ചിക്കൻസ്, ടർക്കീസ്. അതായത് ഈ കോഴി വർഗത്തിൽപ്പെട്ട ചിക്കൻസ്, ഹെൻസ്, ടർക്കീസ്, ഇതിനൊക്കെ പറയുന്നത് ബ്രോഡ് ഓഫ് എന്നുള്ള കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന വെയിൽസ്, ഡോൾഫിൻസ് എന്നിവയൊക്കെ പറയുന്നത് പോഡ് ഓഫ് എന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചിട്ടാണ്. അതായത് പോഡ് ഓഫ് ഡോൾഫിൻസ്, പോഡ് ഓഫ് വെയിൽസ്. അടുത്തതായിട്ട് നമ്മുടെ ഫിഷ് വെള്ളത്തിൽ ഉള്ളതാണെന്ന് വെച്ചിട്ട് നമ്മൾ അതിന് പോഡ് ഓഫ് വെച്ച് പറയാൻ പാടില്ല. ഫിഷിനെ പറയുന്നതാണ് ഷോൾ ഓഫ്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് സ്കൂൾ ഓഫ്. ഷോൾ ഓഫ് ഫിഷ് ആൻഡ് സ്കൂൾ ഓഫ് ഫിഷ്, ഇത് രണ്ടുമാണ് ഉപയോഗിക്കാറ്. PSC ചോദിക്കുന്നത് ഇത് രണ്ടുമാണ്. അടുത്തതായിട്ട് ഇവിടെ ഫ്ലിയർ എന്നാണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് ഫ്ലീറ്റ് എന്നാണ്, FLEET. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഫ്ലീറ്റ് ഓഫ് പ്ലെയിൻസ്, ഫ്ലീറ്റ് ഓഫ് കാർസ്, ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ്. അതായത് വെഹിക്കിൾസാണ് ടോട്ടലി നമ്മൾ പറയുന്നത് ഫ്ലീറ്റ് ഉപയോഗിച്ചിട്ട്. ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ്, അതിൽ തന്നെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നും പറയും, ഫ്ലീറ്റ് ഓഫ് പ്ലെയിൻസ് എന്നും പറയും, ഫ്ലീറ്റ് ഓഫ് കാർസ് എന്നും പറയും. ഇതിനിടയിൽ കൺഫ്യൂഷൻ വരുന്നതാണ്, നമ്മൾ ഇതിനോട് ഫ്ലീറ്റ് ഓഫ് ബോട്ട്സ് എന്ന് പറയില്ല, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയും. പക്ഷേ ബോട്ട്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോട്ടില്ല എന്നാണ്, ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിതിനെ ഫ്ലീറ്റ് എന്ന് ഉപയോഗിക്കില്ല ബോട്ടിൻ്റെ കൂടെ. അടുത്തതായി വരുന്നത് സ്റ്റാക്ക് ഓഫ് ലൈബ്രറിയൻസ്, സ്റ്റാക്ക് ഓഫ് ആംസ്, സ്റ്റാക്ക് ഓഫ് കോൺസ്. അതായത് ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റാക്ക് ഓഫ് എന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചാണ്. അടുത്തതായി ബേബി ഓഫ് ബ്യൂട്ടീസ്, ബേബി ഓഫ് ലേഡീസ് ആൻഡ് ബേബി ഓഫ് ക്വേൽസ്. അതായത് കാടക്കോഴിനെയാണ് നമ്മൾ ഈ ക്വേൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ഓഫ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് വാക്കുകളുടെയും കൂടെയാണ്. അടുത്തതായി സ്വാം ഓഫ് ഉപയോഗിക്കുന്നത് ബീസ്, ഫ്ലൈസ്, റാറ്റ്സ്. അതായത് സ്വാം ഓഫ് ബീസ്, സ്വാം ഓഫ് ഫ്ലൈസ് ആൻഡ് സ്വാം ഓഫ് റാറ്റ്സ്, ഇത് മൂന്നിൻ്റെയും കൂടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അടുത്തതായി കമ്പനി ഓഫ് ഉപയോഗിക്കുന്നത് മൂന്ന് വാക്കുകളുടെ കൂടെയാണ് പ്രധാനമായും. അതായത് കമ്പനി ഓഫ് ആക്ടേഴ്സ്, കമ്പനി ഓഫ് പ്ലെയേഴ്സ് ആൻഡ് കമ്പനി ഓഫ് പാരറ്റ്സ്. അതായത് ഈ മൂന്ന് വാക്കുകളുടെയും കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് PSC ചോദിക്കുന്ന ഈ മൂന്ന് വാക്കുകളുടെയും കൂടെയാണ്. അടുത്തതായി പാക്ക് ഓഫ് നമുക്ക് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, നമ്മൾ ഈ പറയാറുണ്ട് ചെന്നായി കൂട്ടം എന്നൊക്കെ, അതിനൊക്കെ പറയുന്നത് പാക്ക് ഓഫ് എന്ന കളക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ്. അതായത് പാക്ക് ഓഫ് വോൾഫ്സ്, അതുപോലെ തന്നെ പാക്ക് ഓഫ് ഡോഗ്സ്, അതുപോലെ തന്നെ പാക്ക് ഓഫ് ഹൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേട്ടപ്പെട്ടിനൊക്കെ പറയുന്നതാണ് ഹൗൺസ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാക്യൂ ഓഫ് ലോക്കസ്, അതായത് നമ്മളെ ഇതൊരു പ്രാണി പോലത്തെ ഒരു സംഭവമാണ് ഈ ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ വെട്ടുകിളി എന്നൊക്കെ പറയും മലയാളത്തിൽ, അതിനെയാണ് നമ്മൾ പ്ലാക്യൂ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി ബുക്സിനെ പറയുന്നത് ഏതൊക്കെയാണ് നോക്കാം. നമ്മൾ പറയും ലൈബ്രറി ഓഫ് ബുക്സ് എന്ന് പറയും, ഷെൽഫ് ഓഫ് ബുക്സ് എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഒന്നാണ് പൈൽ ഓഫ് ബുക്സ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കാതെ ലൈബ്രറി ഓഫ് ബുക്സ്, ഷെൽഫ് ഓഫ് ബുക്സ്, അതുപോലെ പൈൽ ഓഫ് ബുക്സ് എന്ന് നമ്മൾ പറയും. അടുത്തതായി കാർഡ്സിനെ പറയുന്നതാണ് ഡെക്ക് ഓഫ് കാർഡ്സ്, പാക്ക് ഓഫ് കാർഡ്സ് ആൻഡ് ഹാൻഡ് ഓഫ് കാർഡ്സ്. പാക്ക് ഓഫ് കാർഡ്സും ഹാൻഡ് ഓഫ് കാർഡ്സും നമുക്ക് കിട്ടും, നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സ് ഒന്നും ഓർത്ത് വെക്കുക. അടുത്തതായി വോളി ഓഫ് ആരോസ്, ബുള്ളറ്റ്സ്, അതുപോലെ തന്നെ ബാറ്ററി ഓഫ് ഗൺസ്, ആർട്ടിലറീസ്. അതായത് വോളി എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയണ്ടേ ആരോസ്, അതായത് അമ്പ്, ബുള്ളറ്റ്സ്, വെടിയുണ്ട പോലുള്ള എന്താ പറയണ്ടേ നമുക്ക് അക്രമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മൂവബിൾ ആണ്. അതായത് ഈ ആരോസ്, ബുള്ളറ്റ്സ് എന്നുള്ളത് മൂവബിൾ ആണ്. പക്ഷേ ബാറ്ററി ഓഫ് ഉപയോഗിക്കുന്നത്, അതായത് ഈ മൂവബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഏതെന്നാണ് ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ ബാറ്ററി ഓഫ് എന്ന് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഗൺസ് എന്നാണല്ലോ ബുള്ളറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടറി ആണെങ്കിലും
നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് വോളി ഓഫ് ആരോസ് ബുള്ളറ്റ്സ്. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കാം, അതായത് വോളി എന്ന് പറയുന്നത് വോളിബോളൊക്കെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അത് ബുള്ളറ്റ് പോലെ വോളിബോൾ തുളച്ച് കയറിയെന്നൊക്കെ ആലോചിക്കുക. അതുപോലെ തന്നെ ആരോസ് എന്നും അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ബാറ്ററി ഓഫ് ഗൺസ്, ആർട്ടിലറി, ഇതുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് ഹീപ്പ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കൂമ്പാരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആണ് ഹീപ്പ് ഓഫ് ഉപയോഗിക്കുന്നത്. അതായത് ഹീപ്പ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഹീപ്പ് ഓഫ് റൂയിൻസ്, അതായത് കല്ലുകളുടെ കൂമ്പാരം, അതുപോലെ തന്നെ റൂയിൻസ് നാശനഷ്ടങ്ങളുടെ കൂമ്പാരം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹീപ്പ് ഓഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഹോഴ്സ്, അതായത് കുതിരനെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചാണ്. ടീം ഓഫ്, അതുപോലെ തന്നെ സ്റ്റഡ് ഓഫ്. ടീം ഓഫ് ഹോഴ്സസ് ആൻഡ് സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അവസാനമായിട്ട് നോക്കുന്നത് ആൻ ആന്തോളജി ഓഫ് പോയംസ്. അത് പോയംസിനൊക്കെ നമ്മൾ കളക്റ്റീവ് നൗൺ ആയിട്ട് പറയുന്നത് ആൻ ആന്തോളജി ഓഫ് എന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഐലൻഡ്സ്, അതായത് ദ്വീപുകളൊക്കെ നമ്മൾ പറയുന്നത് ആൻ ആർക്കിപ്പെലാഗോ ഓഫ് ഐലൻഡ്സ് എന്ന കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചാണ്. ഇത് രണ്ടും ഓർത്ത് വെക്കുക, കാരണം PSC ചോദിക്കുന്നതാണ്. അതുപോലെ അടുത്തത് ഈസിയാണ്, ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ്, നമുക്കത് മനസ്സിലാവുന്ന ഒന്നാണ്. അതുപോലെ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, ന്യൂസ് പേപ്പർ, ഇതും എളുപ്പമുള്ള ഒന്നാണ്. അതായത് കെട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നാണ്. അതായത് എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, എ ബണ്ടിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, വളരെ ഈസി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ബണ്ടിൽ ഓഫ് ബ്ലോക്ക് ഓഫ് എന്നൊക്കെയുള്ള കളക്റ്റീവ് നൗൺ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം 50ഓളം വരുന്ന കളക്റ്റീവ് നൗൺ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റുള്ള കളക്റ്റീവ് നൗൺ മറ്റുള്ള വൊക്കാബുലറി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പഠിച്ചാൽ തന്നെ, ഏകദേശം ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഇതങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ ചോദിക്കില്ല. അല്ലാതെ ആൻറ്റോണിയം സിനോണിംസും ഒക്കെ പോലെ വളരെ വലിച്ചു കെട്ടി ചോദിക്കുന്ന, ഒരുപാട് പഠിക്കാനുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പഠിക്കാതെ ഇരുന്നിട്ട് ഒരിക്കലും മാർക്ക് കളയരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്റ്റീവ് നൗൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം എല്ലാം കിട്ടിയെന്ന് ഈ വീഡിയോയിൽ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വൊക്കാബുലറി ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ PSCയുടെ മറ്റു ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.